ഇപ്രാവശ്യം കെ ടി ജലീൽ ജയിക്കൂല. ഈ പ്രാവശ്യം ഒരിക്കലും ജയിക്കൂല കെ ടി ജലീൽ. ഞങ്ങള് മംഗലം പഞ്ചായത്തിൽ നിന്ന് 7 ആള് തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ട് ഈ ജലീൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് തിരിച്ചു. ആരാണ് ഈ ജലീലിനെ ജയിപ്പിക്കുക? അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ മംഗലം ജയിക്കണം. നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിപ്പിക്കുന്ന തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. മലപ്പുറം സുൽത്താനാണെന്ന് സ്വയം നടത്തുന്ന കെ ടി ജലീൽ സുൽത്താന്റെ കോട്ട കാക്കാൻ സുൽത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സുൽത്താന്റെ കോട്ട തകർന്നടിഞ്ഞ് VS ജോയി തവനൂരിൽ വിജയിച്ച് മലപ്പുറത്തിന്റെ പുതിയ സുൽത്താനാവും എന്നാണ് പറയപ്പെടുന്നത്. പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ മണ്ഡലത്തിൽ നിന്ന് VS ജോയി എന്ന കാൻഡിഡേറ്റ് കെ ടി ജലീൽ എന്ന മുൻ മന്ത്രിയെ ഏതാണ്ട് 6000 മുതൽ 7000 വോട്ടുകൾക്ക് വരെ തോൽപ്പിച്ച് തവനൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യം അവസാനിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് നിലവിൽ തവനൂർ മണ്ഡലത്തിലെ MLA ആയ കെ ടി ജലീലിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ട് എന്നതാണ്. തവനൂർ മണ്ഡലത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ളം, റോഡ്. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളിലൊന്നും ശ്രദ്ധിക്കാതെ, ജനങ്ങളുടെ ആവലാതികൾ കേൾക്കാൻ തയ്യാറാകാതെ തവനൂർ മണ്ഡലത്തിലെ വികസനത്തിന് ഊന്നൽ നൽകുന്നതിന് പകരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവാദമുണ്ടെങ്കിൽ അതിനെ ഏറ്റുപിടിക്കുകയും അതിൽ അഭിപ്രായം പറയാനുമാണ് MLAക്ക് സമയമുള്ളത് എന്നാണ് മണ്ഡലത്തിലെ മിക്കവാറും ആളുകളുടെ പ്രതികരണം. ഈ പ്രതികരണം പറയുന്നവർ CPIM-കാർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി എന്തെങ്കിലും ഒരു വിമർശനം, വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ കയറി ആദ്യത്തെ ഒരു അഭിപ്രായം പറയുക, മിക്കവാറും വിമർശിച്ചിട്ട് അഭിപ്രായം പറയുക കെ ടി ജലീലായിരിക്കും. അദ്ദേഹം മുൻകാലത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു ആധികാരിക സ്വഭാവത്തോടെ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഈ വിമർശിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ അദ്ദേഹം വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്.